അപർണ, ഏറ്റവും അവസാനം വന്ന പോളിംഗ് ശതമാന പ്രകാരം 64.71 വയനാട്ടിലെ ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിച്ച കണക്ക്. ഇത് വയനാട്ടിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ചെറിയ പോളിംഗ് ശതമാനമാണ്. ഇതുവരെ 70-ന് താഴേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനോടൊപ്പം തന്നെ എല്ലാ ക്യാമ്പുകളും ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും അധികം ആശങ്കയിലാക്കുന്നത് സ്വാഭാവികമായിട്ടും UDF-നെ തന്നെയാണ്. കാരണം UDF ആണ് ഈ ഒരു മണ്ഡലത്തിൽ മെജോറിറ്റിയായിട്ട് നിൽക്കുന്നതും. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് സ്വപ്ന ഭൂരിപക്ഷമായ 5 ലക്ഷം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം നൽകാൻ കഴിയുമെന്ന് പ്രചരണം നടത്തി ശക്തമായി പ്രചരണത്തിൽ ഇറങ്ങിയതും പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു തന്നെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തതും. ആ ഒരു സാഹചര്യത്തിൽ പോളിംഗ് ശതമാനത്തിലെ വലിയ ഒരു കുറവ് അത് UDF-നെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. നമ്മൾ UDF നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും വിലയിരുത്തുന്നത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ്. പാർലമെന്റ് സാഹചര്യത്തിൽ ഇവിടെ LDF-ഉം BJP-യും അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി തീപാറും മത്സരം നടത്തിയിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ ആ സാഹചര്യം മാറിയെന്നാണ് UDF വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ UPA ഇന്ത്യ സഖ്യം തിരിച്ചു വരണം എന്ന ഒരു ലക്ഷ്യത്തോടെ അനുഭാവികളെല്ലാം വോട്ട് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിയങ്കയെ പാർലമെന്റിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്ന തരത്തിൽ ഈ സാഹചര്യം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ പോളിംഗിനെ സ്വാധീനിച്ചു എന്നാണ് UDF വിലയിരുത്തുന്നത്. മറുവശത്ത് LDF-ന്റെയും NDA-യുടെയും ഭാഗത്ത് UDF അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്നൊരു വികാരം വോട്ടർമാർ പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നിസ്സംഗത വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തലുണ്ട്. മുനമ്പം വിഷയത്തിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ എതിർപ്പ് ഒരു നെഗറ്റീവ് വോട്ടിംഗ് ആയിട്ട് വോട്ട് നിന്ന് വിട്ടു നിൽക്കുന്നതിനെ തുടർന്നുണ്ടായിട്ട് ഉണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി വോട്ടുകൾ, കേരളത്തിന് പുറത്തുള്ള വോട്ടർമാർ, ഇവരുടെയൊക്കെ വോട്ട് ഇത്തവണ ലഭിച്ചിട്ടില്ല. കാരണം നമ്മൾ പ്രവാസികളൊക്കെ സാധാരണ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് തെരഞ്ഞെടുപ്പിൽ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിച്ച ഒരു കാര്യം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇക്കാര്യത്തിൽ എല്ലാ മുന്നണികളും ഒരുപോലെ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. UDF ക്യാമ്പ് പറയുന്നത് 5 ലക്ഷം എന്ന ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും 4 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കും. പോൾ ചെയ്ത വോട്ടുകളിൽ 70% UDF-നായിരിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. LDF-ന്റെയും NDA-യുടെയും വോട്ടുകളാണ് ചോർന്നത് എന്ന അവകാശമാണ് UDF സ്വാഭാവികമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. മറുവാദങ്ങളും ശക്തമാണ് LDF-ന്റെയും NDA-യുടെയും ഭാഗത്തുനിന്ന്. എന്താണെങ്കിലും പോളിംഗിലെ കുറവ് പ്രതീക്ഷിച്ചതിലും വളരെ താഴ്ന്നു എന്നുള്ളതാണ് വസ്തുത. വയനാട്ടിൽ നിന്ന് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകുമ്പോൾ വീണ്ടും നമുക്ക് വയനാട്ടിൽ എങ്ങനെയാണ് LDF-ന്റെ ഒരു പ്രതീക്ഷ എന്നുകൂടി ശ്രീ പ്രേംകുമാർ MLA നമുക്കൊപ്പം. വയനാട് സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഈ 70-ൽ താഴെ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പോളിംഗ് ശതമാനം ഉണ്ടാകുമ്പോൾ അത് UDF ക്യാമ്പുകളെ മാത്രമാണോ ആശങ്കപ്പെടുത്തുന്നത്? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് പോസിറ്റീവായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം വളരെ വളരെ ആശങ്കപ്പെടുത്തുന്ന നിലയിൽ ഇടിഞ്ഞ ഒരു അവസ്ഥയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് കാണാനാവുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രമാത്രം UDF-ന് നല്ല വിജയസാധ്യതയുണ്ട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ അതിന് മങ്ങലേൽപ്പിക്കുന്ന നിലയിലുള്ള ഒരു വിലയിരുത്തലായിട്ടാണ് ഈ കുറഞ്ഞ പോളിംഗ് ശതമാനത്തെ നിശ്ചയമായിട്ടും കാണുന്നത്. എന്തായാലും നമുക്ക് 23-ന് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ UDF കരുതുന്നത് പോലെയുള്ള ഒരു വിസ്മയകരമായൊരു വിജയത്തിലേക്ക് വയനാട് പോകില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇടതുപക്ഷത്തിന് നല്ല നിലയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം വയനാട്ടിലുണ്ട് എന്നതാണ് വയനാട്ടിലെ ഈ കുറഞ്ഞ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം അതിനെ കാണുന്നത്. ഇതിനകത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് വോട്ടർമാരും കണക്ക് കൂട്ടുന്നുണ്ടാകാം. അപ്പോഴും ഈ NDA സംബന്ധിച്ചിടത്തോളം മുനമ്പം അവിടെ വയനാട്ടിൽ അവർ ആളിക്കത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്നലെയും ഒരു മുനമ്പം ഓണ സമരത്തിലേക്കൊക്കെ പോയിരുന്നു. അതായത് UDF-ന്റെ വോട്ട് കുറയുമ്പോൾ അത് LDF-ന് ഗുണകരമാകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോ ഈ സാഹചര്യത്തിൽ? ഞാൻ പറയുന്നത് BJP-ക്ക് സ്വീകാര്യത കുറഞ്ഞു വരും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആകെ എന്ന അഭിപ്രായവും വിലയിരുത്തലുമാണുള്ളത്. ഇപ്പോൾ പാലക്കാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പാലക്കാടും BJP-യുടെ വോട്ട് ഷെയറിൽ പേഴ്സൻറ്റേജിലെല്ലാം നല്ല ഇടിവുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചേലക്കരയിലും വയനാട്ടിലും ഉൾപ്പെടെ BJP-യെ ജനങ്ങൾ കൈയൊഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരുന്നത് എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ
അതിനെ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെ അഭിപ്രായം. ഈ ഭരണവിരുദ്ധ വികാരം, ഞാൻ ഈ മുനമ്പം പറഞ്ഞത്, മുനമ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അത് അവസാനിക്കുന്നില്ല എന്ന് പറയുന്നു. പാലക്കാടും മുനമ്പം ആഞ്ഞടിക്കുന്നുണ്ട്. മുനമ്പം എവിടെയൊക്കെ BJP ചെല്ലുന്നു ഈ മുനമ്പം എടുത്തു പറയുന്നു. ക്രൈസ്തവ സഭകളുടെ ആ നിലപാടുണ്ട്. അതൊരു വിഷയമാണ്. അത് സർക്കാരിനെതിരാണ്. സ്വാഭാവികമായിട്ടും UDF ക്യാമ്പിനേക്കാളും വയനാട് പോലത്തെ ഒരു സ്ഥലത്ത് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരൊക്കെ ഈ തരത്തിലുള്ള നിലപാടെടുത്തൊരു സാഹചര്യത്തിൽ അത് ഇടതുമുന്നണിയെ ദോഷമാകില്ലേ? മുനമ്പവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു, സർക്കാർ എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന, അവർക്ക് ഒരു നിലയിലും പ്രയാസമുണ്ടാക്കുന്നതൊന്നും നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിൽ സമൂഹം അതിനോട് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ വർഗീയമായിട്ടുള്ള തരത്തിലേക്ക് അതിനെ മാറ്റാനും ആ നിലയിൽ സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനുമുള്ള BJPയുടെ ശ്രമങ്ങളെ കേരളീയ സമൂഹം കൃത്യമായി തിരിച്ചറിയും. മതനിരപേക്ഷതയോട് ചേർന്ന് നിൽക്കുന്ന, കൃത്യമായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ താല്പര്യപ്പെടുന്നൊരു സമൂഹമാണ് കേരളീയ സമൂഹം. അപ്പോൾ മുനമ്പത്തെ പ്രശ്നത്തെ എങ്ങനെ ആളിക്കത്തിക്കാനും അതിലൂടെ എങ്ങനെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി മുതലെടുപ്പ് നടത്താനും കഴിയുമെന്നതാണ് BJP ക്യാമ്പുകൾ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് ഒരു നിലയിലും നമ്മുടെ നാടിൻ്റെ നല്ല മനസ്സുള്ള മനുഷ്യർ അതിന് കീഴ്പ്പെടില്ല എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. പാലക്കാടേക്ക് വരുന്നതിന് മുൻപ് ഇതിപ്പോൾ നമ്മൾ ചേരക്കരയും വയനാടും പറഞ്ഞു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആത്തൂടെ പോളിംഗ് ദിവസം സംഭവിച്ചതുപോലെ ഇടതുമുന്നണി വീണ്ടും പ്രതിരോധത്തിലാവുകയും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു വിഷയത്തിനകത്ത് പ്രതികരിക്കേണ്ട സാഹചര്യം വരികയും അതിൽ EP ജയരാജൻ തന്നെ ആ വിഷയമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇന്ന് ഈ പോളിംഗ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ നേതാക്കന്മാരുടെയും, പ്രത്യേകിച്ച് UDF നേതാക്കളെല്ലാം പ്രതികരണം EP-യുടെ ആത്മകഥാ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വലിയ പ്രതീക്ഷയുള്ള ചേലക്കരയിൽ പോലും പ്രതിരോധത്തിലാക്കിയില്ലേ മുന്നണിയെ, പാർട്ടിയെ? എനിക്ക് തോന്നുന്നത് ഒരാളുടെ ആത്മകഥയെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് പറയാൻ അവകാശം ആർക്കാണ്? സ്വാഭാവികമായും അത് എഴുതിയ ആൾക്കാണ്. അയാൾ തന്നെ നാളെ ശ്രീ EP ജയരാജൻ തന്നെ നാളെ പാലക്കാട് സരിന് വേണ്ടി വരികയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ആശങ്കയിൽ ഏതെങ്കിലും നിലയിൽ തെറ്റിദ്ധാരണയിൽപ്പെടുത്താൻ കഴിയുമോ എന്ന പരിശ്രമം നടന്നിട്ടുണ്ട്. അതിൻ്റെ വാർത്തയുടെ സ്രോതസ്സും അത് വന്ന വഴിയുമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പക്ഷേ EP വളരെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് താൻ അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതുൾപ്പെടെ ആത്മകഥ എഴുതിയ ആൾ തന്നെ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് എന്താണ് വിവാദം? അപ്പോൾ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകത്തിൻ്റെ പേരിൽ, അതിൻ്റെ പ്രകാശനം നടത്താത്തൊരു പുസ്തകത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ദിവസം എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായി തന്നെ EP മറുപടിയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെയോ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്ന വോട്ടുകളെയോ പ്രതികൂലമായി സ്വാധീനിക്കില്ല എന്ന ആത്മവിശ്വാസമാണുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് പാലക്കാട് ഇനി പല വിഷയങ്ങൾ കടന്നുപോയി. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന KPM-ന്റെ മുന്നിൽ ആ വിഷയമടക്കം ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ചുരുക്കം ദിവസങ്ങളിൽ പാലക്കാട് എന്താണ് ചിന്തിക്കുന്നത്? പാലക്കാട് ജനകീയ വിഷയങ്ങളിലാണോ നിൽക്കുന്നത്? ആ വിവാദങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോഴേക്കും ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട എന്തായിരിക്കും? ഇവിടെ വികസനം കൃത്യമായി ചർച്ച ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJP എങ്ങനെയാണ് ഇത്രമാത്രം ജനവിരുദ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ പദ്ധതികൾ കായിക രംഗത്ത്, പൊതുമരാമത്ത് രംഗത്ത്, ആരോഗ്യ രംഗത്തെല്ലാം ഒരു തദ്ദേശഭരണ സ്ഥാപനം എത്രമാത്രം കെടുകാര്യസ്ഥതയും കുത്തഴിഞ്ഞ സ്ഥിതിയും തുടരുമോ അതാണ് പാലക്കാട് നഗരസഭയും അവിടുത്തെ BJP ഭരണവും. എന്നാൽ അതിൽ നിന്ന് ഒരു പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ട, വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കേണ്ട, നേതൃത്വം കൊടുക്കേണ്ട ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച UDF-ന്റെ MLA കഴിഞ്ഞ 13.5 വർഷവും പരാജയമാണ് എന്ന് പാലക്കാടിനെ അടുത്തറിയുന്ന, പല പ്രദേശങ്ങളിൽ നിന്നായി ഇവിടെ വന്ന് നോക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനപ്പുറത്ത് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റവും മികവുള്ള സ്ഥാനാർത്ഥി ആരാണ്? അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞ്, അതുപോലെ തന്നെ IAS കഴിഞ്ഞ് പൊതുരംഗത്ത് ജനസേവനം താല്പര്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പാലക്കാട് ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്ന നിലയിലാണുള്ളത്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ P സരിനാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും നല്ല നിലയിലുള്ള പിന്തുണയും അവരുടെ എല്ലാം വോട്ടും നേടി
ഈ മണ്ഡലത്തിൽ നിന്ന് LDFന് വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. മറ്റു മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി UDF തന്നെ പറഞ്ഞു മത്സരം UDFും LDFും തമ്മിലാണ് എന്ന്. BJPയുടെ വോട്ട് ഷെയർ വലിയ തോതിൽ ക്രമാതീതമായി ഇടിഞ്ഞ് താഴേക്ക് പോകും. മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ നിലയിൽ വിജയം നേടും എന്ന തികഞ്ഞ ശുഭപ്രതീക്ഷയും ആത്മവിശ്വാസവും ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുക. വളരെ നന്ദി. ഇടത് CPM MLA ശ്രീ പ്രേംകുമാർ കൂടിയാണ്. വലിയ പ്രതീക്ഷ ചേലക്കരയിലും വയനാട്ടിലും ഇത്രയും വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ടായിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞു. പക്ഷേ പാലക്കാട് എന്താണ് സംഭവിക്കുക? കാരണം ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രവചനാതീതമായിട്ടുള്ള മത്സരം നടക്കുന്നത് പാലക്കാട് തന്നെയാണ്. നമുക്കൊപ്പം ഇനി BJPയുടെ നേതാവ് അഡ്വക്കേറ്റ് കൃഷ്ണദാസും ഒപ്പം ലീഗിന്റെ മാരായമംഗലവും ചേരും. അതിനു മുൻപ് ചേലക്കരയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ, ചേലക്കരയിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ കൂടിയാണ്. വോട്ട് ചെയ്തതിന് ശേഷം UR പ്രദീപും K ബാലകൃഷ്ണനും അവരവരുടെ മണ്ഡലത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി.